ഡോളർ ഇൻഡെക്സും 10 വർഷത്തെ ബോണ്ട് യീൽഡും ഉയർന്നതിനെ തുടർന്ന് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും അമേരിക്കൻ മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു. അമേരിക്കൻ ഇൻഡെക്സായ ഡോ ജോൺസ് 0.97% അല്ലെങ്കിൽ 418 പോയിന്റാണ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇടിഞ്ഞത്. കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷനുകളിലായി ഡോ ജോൺസ് 700 പോയിന്റിലേറെ ഇടിഞ്ഞു. അമേരിക്കൻ ഇൻഡെക്സായ S&P 1.1%, നാസ്ഡാക്ക് 1.2% ഇടിഞ്ഞിരുന്നു. അമേരിക്കൻ മാർക്കറ്റിൽ വന്ന സെല്ലിംഗ് പ്രഷറിന് പിന്നിലെ ഏറ്റവും പ്രധാന കാരണം 2015 ശേഷം ഡോളർ ഇൻഡെക്സ് അതിൻ്റെ ഏറ്റവും ഉയർന്ന ലെവലിലേക്ക് എത്തിയതും 10 വർഷത്തെ ബോണ്ട് യീൽഡ് 4.54% വർദ്ധിച്ചതുമാണ്. ഇതിൻ്റെ ഇമ്പാക്റ്റ് ഗ്ലോബൽ മാർക്കറ്റിലും ഇന്ത്യ ഉൾപ്പെടെയുള്ള മാർക്കറ്റിലും കാണാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം ബോണ്ട് യീൽഡ് വർദ്ധിച്ചതിനെ തുടർന്ന് ഇന്ത്യൻ മാർക്കറ്റിലും ഇടിവ് പ്രകടമായിരുന്നു. ഇന്ത്യൻ ഇൻഡെക്സും നെഗറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയത്. മാർക്കറ്റിൽ ഈ രീതിയിലുള്ള ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ചില കൺസിസ്റ്റൻ്റ് കോമ്പൗണ്ടർ കാറ്റഗറിയിൽ ഉൾപ്പെട്ടതും മൊണോപ്പൊളി ബിസിനസ് മോഡലുള്ളതുമായ സ്റ്റോക്കുകൾ ട്രെൻഡ് ലൈൻ സപ്പോർട്ടിനടുത്ത് ലഭിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചില സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തേത് പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ പിഡിലൈറ്റ് 0.2% വർദ്ധിച്ച് 2921 അടുത്ത് ക്ലോസിംഗ് നൽകി. 52 വീക്കിലോ 2488, 52 വീക്ക് ഹൈ 3415, 1.49 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 77.78, ഡിവിഡൻഡ് യീൽഡ് 0.75%. പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് അഡിസീവ്, സീലൻറ്റ്, കൺസ്ട്രക്ഷൻ കെമിക്കൽ, ക്രാഫ്റ്റ്സ്മാൻ പ്രോഡക്റ്റ് തുടങ്ങിയ സെഗ്മെൻറ്റിലെ മാർക്കറ്റ് ലീഡർ കമ്പനിയാണ്. കൂടാതെ പ്രത്യേകിച്ചും അഡിസീൽ സെഗ്മെൻറ്റിൽ എംസീൽ, ഫെവിക്വിക്ക്, ഫെവിസ്റ്റിക്, ഡോക്ടർ ഫിക്സിറ്റ് തുടങ്ങിയ പ്രൊഡക്റ്റുകളുടെ സഹായത്തോടു കൂടി ഒരു മൊണോപ്പൊളി കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ട്. ROE 22%, ROCE 29%, 0.5%-നടുത്ത് ഡിവിഡൻഡ് യീൽഡും കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നു. ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ പെർഫോമൻസ് ഡീസൻ്റ് ആയിരുന്നു. 459 കോടിയിൽ നിന്നും 540 കോടിയിലേക്ക് കമ്പനിക്ക് പ്രോഫിറ്റ് ഉയർത്താൻ സാധിച്ചിട്ടുണ്ട്. സെയിൽസിലും ഗണ്യമായ വർധനവുണ്ടായിട്ടുണ്ട്. 3 വർഷത്തെ കോമ്പൗണ്ടഡ് പ്രോഫിറ്റ് ഗ്രോത്ത് 16%, സെയിൽസ് ഗ്രോത്ത് 19%, ROCE 23%-നടുത്തും മെയിൻറ്റെയിൻ ചെയ്യുന്നു. നെറ്റ് ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ്. 8664 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ 379 കോടി രൂപയുടെ കടബാധ്യത മാത്രമാണുള്ളത്. പ്രൊമോട്ടേഴ്സിന് 69.6% സ്റ്റേക്ക് ഹോൾഡിംഗ്. FISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് റീസെൻ്റ്ലി തുടർച്ചയായി വർദ്ധിച്ചു വരുന്നുണ്ട്. 11.96% FIS സ്റ്റേക്ക് ഹോൾഡിങ്ങും DIS സ്റ്റേക്ക് ഹോൾഡിംഗ് 8.89%. പബ്ലിക്കിന് 10%-നടുത്ത് സ്റ്റേക്ക് ഹോൾഡിംഗ് ഉള്ള പിഡിലൈറ്റ് എന്ന സ്റ്റോക്ക് അതിൻ്റെ ട്രെൻഡ് ലൈൻ സപ്പോർട്ടിനടുത്ത് ലഭിക്കുന്നു. പിഡിലൈറ്റിൻ്റെ വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. സ്റ്റോക്ക് ട്രെൻഡ് ലൈൻ സപ്പോർട്ടിനടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഗ്രാജുവലി ട്രെൻഡ് ലൈൻ സപ്പോർട്ടിനടുത്ത് വന്നതിന് ശേഷം അവിടെ നിന്നും അപ്സൈഡിലേക്ക് നീങ്ങുന്ന ഒരു ട്രെൻഡാണ് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ട്രെൻഡ് ലൈൻ സപ്പോർട്ടിനടുത്ത് കൃത്യമായ ഇടവേളകളിൽ അക്കുമുലേറ്റ് ചെയ്യുന്നവർക്ക് പിഡിലൈറ്റ് പോലുള്ള സ്റ്റോക്കുകളിൽ നിന്നും ഡീസൻ്റ് റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. FMCG സെക്ടറിൽ ട്രെൻഡ് ലൈൻ സപ്പോർട്ടിനടുത്ത് ലഭിക്കുന്നതും ഹൈ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഉള്ളതുമായ മറ്റൊരു സ്റ്റോക്കാണ് നെസ്ലെ ഇന്ത്യ ലിമിറ്റഡ്. നെസ്ലെ ഇന്ത്യ ലിമിറ്റഡും അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ടിൽ, അതായത് 2150 രൂപയ്ക്ക് അടുത്ത് ലഭ്യമാണ്. നെസ്ലെ ഇന്ത്യയുടെ ഒരു സ്ട്രോങ് സപ്പോർട്ട് സോണിനടുത്തായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. 2000 സ്റ്റോക്കിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് കൂടിയാണ്. കൂടാതെ വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ട്രെൻഡ് ലൈൻ സപ്പോർട്ടിനടുത്ത് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നെസ്ലെ ഇന്ത്യ സ്റ്റോക്കിനെയും ട്രെൻഡ് ലൈൻ സപ്പോർട്ടിനടുത്ത് കൃത്യമായ ഇടവേളകളിൽ, അതായത് സ്റ്റോക്ക് ട്രെൻഡ് ലൈൻ സപ്പോർട്ടിനടുത്ത് വരുന്ന സമയങ്ങളിൽ അക്കുമുലേറ്റ് ചെയ്തവർക്കും ഈ സ്റ്റോക്കുകളെ ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്തവർക്കും മികച്ച റിട്ടേൺ നേടാൻ സാധിച്ചിട്ടുണ്ട്. ട്രെൻഡ് ലൈൻ സപ്പോർട്ടിനടുത്ത് ലഭിക്കുന്നതും ഓപ്പർച്യൂണിറ്റി ഉള്ളതുമായ മറ്റൊരു മൊണോപ്പൊളി സ്റ്റോക്ക് ബജാജ് ഫിനാൻസ് ആണ്. ബജാജ് ഫിനാൻസ് എന്ന സ്റ്റോക്ക് 6888 ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 6800 വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ടും 8000 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസുമാണ്. സ്റ്റോക്ക് ദീർഘകാലമായി ഒരു റേഞ്ചിനടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഇവിടെ മൂവ്മെൻറ്റിൻ്റെ റേഞ്ച് കുറഞ്ഞു വരുന്നതും കൺസോൾട്ടേഷൻ റീജിയൻ ടൈറ്റ് റേഞ്ചിലേക്ക് നീങ്ങുന്നതും ഒരു ഫർദർ ബ്രേക്കൗട്ട് വരാനുള്ള സാധ്യതയാണ് ഉയർത്തുന്നത്. കൂടാതെ സപ്പോർട്ട് ഹയർ സൈഡിലേക്ക് ഷിഫ്റ്റ് ആകുന്നതും ഒരു പോസിറ്റീവ് ബ്രേക്കൗട്ട് വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ സപ്പോർട്ടിനടുത്ത് ലഭിക്കുന്ന ബജാജ് ഫിനാൻസ് എന്ന സ്റ്റോക്കിനെയും വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്